എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എൽ.ജി.എസിൻ്റെ മുൻകാലവർഷ ചോദ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഴശ്ശി യുദ്ധങ്ങളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊരു കഥ പോലെ പറഞ്ഞു തരാം. നിങ്ങളത് ഒരു വട്ടം കേൾക്കുക, പഠിക്കുക. പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമമെന്ന് പറയുന്നത് കോട്ടയം കേളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അദ്ദേഹത്തിൻ്റെ രാജവംശം കോട്ടയം രാജവംശമാണ്. 1793 1805 ഈ ഒരു കാലഘട്ടം പഴശ്ശി യുദ്ധകാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ യുദ്ധം പഴശ്ശി യുദ്ധമാണ്. പൈച്ചി രാജ, കൊട്യാട്ട് രാജ എന്നീ പേരുകളിലും പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട്. യുദ്ധത്തിന് കാരണമായിട്ടുള്ള കാര്യം കോട്ടയം പ്രദേശത്തെ നികുതി പിടിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1793 1797 കാലഘട്ടത്തിലാണ്. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. പ്രധാന കേന്ദ്രമായി എടുത്തത് പുരളിമലയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കനാണ് പഴശ്ശി രാജാവുമായി സന്ധിയിലേർപ്പെട്ടത്. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800-1805 കാലഘട്ടത്തിലാണ്. നാലാം മൈസൂർ വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ ഒരു വിപ്ലവം ഇവിടെ നടക്കുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. നയിച്ചവർ കണ്ണമത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവരാണ് ഈ ഒരു വിപ്ലവം നയിച്ചത്. സഹായിച്ച കുറിച്യരുടെ രാജാവ് തലയ്ക്കൽ ചന്തുവാണ്. കേരള സിംഹം എന്ന പേരിലും നമ്മുടെ ഈ ഒരു പഴശ്ശി രാജ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതും KM പണിക്കരാണ്. അതുപോലെ തന്നെ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KN കുറുപ്പാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. അത് വയനാട് ജില്ലയിലാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജ മരിച്ചത് 1805 നവംബർ 30-നാണ്. ഇപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. LGSന് ഇതൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കുറേ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം പുതിയ ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട്. നിങ്ങളത് കേൾക്കുക, പഠിക്കുക.